ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭഗവാൻ കണ്ണൻ കാളിയമർദ്ദനം ചെയ്ത് അതെല്ലാം രമണകദ്വീപിലേക്ക് അവരെല്ലാം അയച്ചു. അതായത് കാളിയനെയും കാളിൻ്റെ ഭാര്യമാരും കുട്ടികളും എല്ലാമായിട്ട് അവിടുന്ന് മാറ്റി താമസിപ്പിച്ചു ഇവിടെ രമണകദ്വീപിലേക്ക്. എന്നിട്ട് ഭഗവാൻ അവർക്ക് ആ നാഗസ്ത്രീകൾ ഭഗവാന് ഹാരവും പട്ടുവസ്ത്രവും രത്നവും ഒക്കെ നൽകി. ഭഗവാൻ അതെല്ലാം അണിഞ്ഞും കൊണ്ട് കരയ്ക്ക് കയറി സ്വജനങ്ങളോടൊപ്പം കൂടി. നമുക്കിനി അതായത് ദശകം 56 ശ്ലോകം ഇനി 8 വായിക്കാം. കാളിയമർദ്ദനത്തിൻ്റെ തുടർച്ചയാണ്. ശ്ലോകം 8. നിശിപുനസ്തമസാ വ്രജമന്ദിരം വ്രജിതും അക്ഷമ ഏവ ജനോൽക്കരേ സ്വപതി തത്ര ഭവൽ ചരണാശ്രയേ ദവകൃശാനുർ അരുന്ധ സമന്തത. നിശിപുനസ്തമസാ വ്രജമന്ദിരം വ്രജിതും അക്ഷമ ഏവ ജനോൽക്കരേ സ്വപതി തത്ര ഭവൽ ചരണാശ്രയേ ദവകൃശാനുർ അരുന്ധ സമന്തത. അങ്ങനെ കുട്ടികളെ അടുക്കിലേക്ക് സ്വജനങ്ങളുടെ അടുത്തേക്ക് ഭഗവാൻ കരയ്ക്ക് കയറിയിട്ട് എന്ത് ചെയ്തു? ആ സമയമായപ്പോൾ രാത്രിയായി, ഒത്തിരി സമയം കഴിഞ്ഞു. രാത്രി ആയപ്പോൾ എന്ത് ചെയ്തു? കുട്ടികൾ ഗോപന്മാരെല്ലാം ആ ഇരുട്ടത്ത് വൃന്ദാവനത്തിലേക്ക് ഗമിക്കുന്ന അവരുടെ ഭവനങ്ങളിലേക്ക് പോകാനുള്ള അശക്തരായിപ്പോയി. വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ശക്തിയില്ലാതെ പോകാൻ എന്നുവെച്ചാൽ അശക്തരായി. കാരണം ക്ഷീണമുണ്ട് എന്ന് തുടങ്ങിയതാണ്. ഈ കാളിയനെ മർദ്ദനവും അവരവിടെ നോക്കി നിൽക്കുകയല്ലായിരുന്നു. അവിടെ ആ കാളന്തി തീരത്ത് തന്നെ നിദ്രയ്ക്ക് അടിമപ്പെട്ട് കിടന്നുപോയി. അവിടെ കിടന്നങ്ങ് ഉറങ്ങി കുട്ടികളൊക്കെ ഗോപന്മാർ. ആ സമയം നാലുപാടും കാട്ടുതീ പടർന്നു പിടിച്ചു. കുട്ടികൾ അറിയുന്നില്ല, കുട്ടികൾ ഉറങ്ങിപ്പോയി. അവിടെ ക്ഷീണം കൊണ്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ആ നദീതീരത്ത് തന്നെ അങ്ങനെ അവിടെ കാട്ടുതീ പടർന്നു. അവർ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആശ്രയമായി കരുതിയാണ് കിടന്നത്. എപ്പോഴും കണ്ണനോടുള്ള സ്നേഹത്തിൽ തന്നെയാണല്ലോ കിടത്തയിലും ഉറക്കത്തിലെല്ലാം ഓർമ്മ കൃഷ്ണ കൃഷ്ണ എന്നാണ്. ഭഗവാൻ പല പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും കൃഷ്ണ എന്നുള്ള ചിന്തയേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ആശ്രയം അവരുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. കിടന്നുറങ്ങിയപ്പോൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആശ്രയമായാണ് അവർ കരുതി കിടന്നത്. എന്നിട്ട് നമുക്ക് 9 എന്തായി വരുമെന്ന് നമുക്ക് നോക്കാം ഇനി. ശ്ലോകം 9. പ്രബുധിതാനധ പാലയ പാലയേതി ഉദയനാർത്തരവാൻ പശുപാലകാൻ അവിതും ആശുപപാധ മഹാനലം കിമിഹ ചിത്രം അയം ഖലു തേ മുഖം. പ്രബുധിതാനധ പാലയ പാലയേതി ഉദയനാർത്തരവാൻ പശുപാലകാൻ അവിതും ആശുപപാധ മഹാനലം കിമിഹ ചിത്രം അയം ഖലു തേ മുഖം. അഗ്നി എങ്ങനെ പടർന്നപ്പോൾ ചൂട് കൊണ്ടായിരിക്കാം ഗോപന്മാരെല്ലാം പെട്ടെന്ന് ഉണർന്ന്. ഉറങ്ങിയ കുഞ്ഞുങ്ങളെല്ലാം പെട്ടെന്ന് ഉണർന്ന് എന്താ തീയുടെ ചൂട് തട്ടി കാണും. ആ തീ കണ്ട് അവർ ഉണർന്നപ്പോൾ തീ കണ്ട് അവർ ഉച്ചത്തിൽ ഇങ്ങനെ നിലവിളിച്ചു, ഭഗവാനേ ഗുരുവായൂരപ്പാ എന്ന് വിളിച്ചു. അവിടുന്ന് അഗ്നിയെ പാനം ചെയ്ത് അവരെ അഗ്നിപീഡയിൽ നിന്ന് രക്ഷിച്ചു. അതായത് ഭഗവാൻ ഗുരുവായൂരപ്പാ എന്ന് വിളിച്ചു. അപ്പോൾ അവർ കൃഷ്ണൻ ഭഗവാനെ അല്ലായിരിക്കും അവർ വിളിച്ചത്. കാരണം അറിയത്തില്ലല്ലോ കൃഷ്ണനാണെന്ന്. അതുകൊണ്ട് ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച്. അത് ഭഗവാന് കേൾക്കുമ്പോൾ ഭഗവാനെയാണെന്ന് അറിയാമല്ലോ, ഭഗവാനാണല്ലോ, ഗുരുവായൂരപ്പനാണല്ലോ ഇത്. പക്ഷേ അവർ ചിലപ്പോൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഈ കണ്ണൻ ഗുരുവായൂരപ്പനാണെന്ന് അറിയില്ല. പക്ഷേ നമ്മളെല്ലാവരും എപ്പോഴും വിളിക്കുന്നത് പോലെ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഈ അഗ്നിയെ മൊത്തം അങ്ങ് പാനം ചെയ്ത് അവരെ അഗ്നിപീഡയിൽ നിന്നുള്ള രക്ഷിച്ചു. ഈ അഗ്നിപാനത്തിൽ അത്ഭുതം തോന്നേണ്ടതില്ല. കാരണം ഈ അഗ്നി ഭഗവാൻ പാനം ചെയ്യുന്നതിന് ഭഗവാൻ എന്താ കുഴപ്പം? ഭഗവാനിൽ നിന്നൊരു ചെറിയ ഒരു അംശമല്ലേ ഈ അഗ്നിക്കുള്ളു. അതുകൊണ്ട് അഗ്നി സ്വരൂപമായ ഭഗവാൻ മുഖത്തെ അതിൻ്റെ സ്വരൂപമേ ഭഗവാൻ അഗ്നിയുടെ സ്വരൂപമാണ്. ഭഗവാന്റെ സ്വരൂപം എന്ന് വെച്ചാൽ അഗ്നിയാണ്. അതിൽ നിന്നെല്ലാം ഒരു കുറേശ്ശേ സൂര്യഭഗവാനിലേക്കും അഗ്നിയിലേക്കൊക്കെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് വന്നു? ഈ അഗ്നിയെ പാനം ചെയ്താൽ ഭഗവാന്റെ മുഖത്തെ പൊള്ളലേൽപ്പിക്കാൻ അഗ്നിക്ക് ശക്തിയില്ല.
അഗ്നിക്ക് ഉള്ള ശക്തി എന്താ ഭഗവാൻ കൊടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് അഗ്നിക്കുള്ള തപശക്തി ഭഗവാൻ കൊടുത്തതാണ്. മറ്റുള്ളതിനെയൊക്കെ പൊള്ളിക്കാനുള്ള കഴിവേ അഗ്നിക്കുള്ളു. ഭഗവാനെ ഒഴിച്ച് മറ്റെല്ലാത്തിനെയും പൊള്ളിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഭഗവാനെ പൊള്ളിക്കാനുള്ള ശക്തി ഈ അഗ്നിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ പൊള്ളലേൽപ്പിക്കാൻ അഗ്നിക്ക് കഴിവില്ല. അതുകൊണ്ട് എന്ത് വന്നു, ഭഗവാൻ ഈ അഗ്നിയെല്ലാം അങ്ങ് പാനം ചെയ്തു കുഞ്ഞുങ്ങളുടെ ഭയം തീർത്ത്. ശ്ലോകം 10 വായിക്കാം. ശ്ലോകം 10. ശിഖിനിവർണത ഏവ ഹി പൈതത പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതിനുത പശുപൈർമുദിതൈർവിഭോ ഹരഹരേ ദുരിതൈ സഹമേത് ഗതാൻ ശിഖിനിവർണത ഏവ ഹി പീതത പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതിനുത പശുപൈർമുദിതൈർവിഭോ ഹരഹരേ ദുരിതൈ സഹമേത് ഗതാൻ. കൃഷ്ണ ഗുരുവായൂരപ്പ, തീയിൽ പീത നിറം പണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പീത നിറം. എന്നാൽ ഇപ്പോൾ അങ്ങ് അഗ്നിപാനം ചെയ്ത ക്രിയ കൊണ്ടും മഞ്ഞ നിറം അർത്ഥവത്തായി. ഇപ്പോൾ നിറം കൊണ്ടും ക്രിയ കൊണ്ടും അഗ്നി പീതമായി. എന്നിപ്രകാരം ഗോപന്മാരാൽ സ്തുതിക്കപ്പെട്ട അവിടുന്ന് ഇങ്ങനെല്ലാം ഗോപന്മാർ പറയുന്നു. ഇങ്ങനെ ഭഗവാൻ അഗ്നിപാനം ചെയ്തതിനു ശേഷം ഇങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ എന്നെല്ലാം പറഞ്ഞിങ്ങനെ ഭഗവാനെ സ്തുതിച്ച്, അങ്ങനെയുള്ള ഭഗവാൻ എന്തും അസാധ്യമെല്ലാം സാധ്യമാക്കി കൊടുക്കുന്ന അഗ്നിയെ പാനം ചെയ്ത് കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. ഭഗവാന്റെ ആ അഗ്നിയുടെ അതിന് മുമ്പുള്ള നിറമാണെങ്കിലോ പീത നിറമായിരുന്നു. ഇപ്പോൾ അത് അഗ്നി പാനം ചെയ്തതിന് ശേഷം മഞ്ഞ നിറം കൂടെ ആയി. അതുകൊണ്ട് അവിടുന്ന് അങ്ങനെയെല്ലാം അത്ഭുതങ്ങൾ നിറയ്ക്കുന്ന ഭഗവാനി, അവിടുന്ന് എൻ്റെ രോഗങ്ങളെ, അതായത് ഭട്ടതിരിപ്പാട് പറയുന്നു, എൻ്റെ രോഗങ്ങളെ ദുരിതങ്ങളോടൊപ്പം തന്നെ നശിപ്പിക്കണമേ, രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരണമേ എന്ന് ഭട്ടതിരിപ്പാട് ഓരോ ദശകത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കും എപ്പോഴും, കാരണം ജീവിതം അങ്ങനെയാണ്, കറങ്ങി 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 വന്നുകൊണ്ട് സുഖദുഃഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം നമ്മൾ എന്ത് വേണം, ഒരിക്കലും മുടങ്ങാതെ അതിനകത്ത് ഇത് മനസ്സിലാക്കേണ്ടത് നിത്യവും ഈ ഗുരുവായൂരപ്പനെ, ഈ ഭട്ടതിരിപ്പാട് നിത്യവും പ്രാർത്ഥിക്കുന്ന പോലെ നമ്മൾ ഓരോ കഥ ചൊല്ലുമ്പോഴും, ഇപ്പം നാരായണ കീർത്തനമോ എന്ന് ഭഗവാനെ പറ്റി ഉള്ള നാമങ്ങൾ സ്തുതിക്കുമ്പോഴെല്ലാം ഒടുക്കം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ ഭഗവാനെ എല്ലാ ലോകാസമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും രക്ഷിക്കുന്നതിലൊപ്പം എന്നെയും രക്ഷിക്കണം. നമ്മുടെ കുടുംബവും എല്ലാം നമ്മൾ ഒരാളാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനോടൊപ്പം എന്നെയും, എല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഭട്ടതിരിപ്പാട് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഭഗവാനെ എന്നെയും രക്ഷിക്കണമേ, എന്നോടൊപ്പമുള്ള എല്ലാവരെയും വേണം, അതാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.